ഹലോ, എല്ലാ കൂട്ടുകാർക്കും മൈ ഹെവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു ഓർഗാനിക് ലിക്വിഡ് ഫെർട്ടിലൈസർ ആട്ടോ. നമുക്ക് എല്ലാ പ്ലാന്റ്സിനും കൊടുക്കാൻ പറ്റും. ഇൻഡോർ പ്ലാന്റ്സിനും ഔട്ട്ഡോർ പ്ലാന്റ്സിനും ഒക്കെ എല്ലാ പ്ലാന്റ്സിനും കൊടുക്കാൻ പറ്റും. ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് മതി, നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഈ 1 ലിറ്റർ വെള്ളം ആട്ടോ. 1 ലിറ്റർ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വേണ്ടത് ഈ പാലാണേ. നമ്മുടെ ഈ ഒരു കപ്പിനകത്ത് ഞാൻ ഒരു അരക്കപ്പ് തന്നെ ഇല്ല കേട്ടോ, കുറച്ച് ഒരു 3-4 ടേബിൾ സ്പൂൺ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. വെള്ളത്തിനകത്തോട്ട് ഒരു അരക്കപ്പ് പാല് ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് മനുഷ്യരുടെ പോലെ തന്നെ നമ്മുടെ പ്ലാന്റ്സിനും കാൽസ്യവും പ്രോട്ടീനും ഒക്കെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കാൽസ്യം പ്രോട്ടീൻ്റെയൊക്കെ ഡെഫിഷ്യൻസിയും കൊണ്ടുണ്ടാകുന്ന അയണിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന എല്ലാ പ്രോബ്ലംസും മാറിക്കിട്ടാൻ ഇത് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിനും ഔട്ട്ഡോർ പ്ലാന്റ്സിനും ഒക്കെ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. വേറെ ഒന്നും ചേർക്കണ്ട, ഇത്രയും മതി കേട്ടോ. അപ്പം പിന്നെ ഇതിന് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഈ നമ്മുടെ മക്കൾക്കൊക്കെ പാല് കുടിക്കാൻ ഭയങ്കര മടിയായിരിക്കില്ലേ കുഞ്ഞിലെയൊക്കെ. ഇവിടെ എൻ്റെ മക്കൾക്കും അതായിരുന്നു, പാല് കുടിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നേ. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇവർ കുറച്ച് കുടിച്ചിട്ട് ഇവർ കാണാതെ കൊണ്ട് ഈ ചെടിച്ചോട്ടിലൊക്കെ ഒഴിക്കും. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ എന്നിട്ട് നോക്കുമ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഇവരിങ്ങനെ പാല് കൊണ്ട് ഒഴിക്കണമെന്ന് മനസ്സിലായത്. അന്നേരം നോക്കുമ്പോൾ ആ ചെടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുണ്ട്. അപ്പം ഈ ഒരളവ് ഇതൊക്കെ കപ്പ് എന്നൊക്കെ പറയുന്നത് വെറുതെ ഒരു അളവിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഇല്ലാതെ നമ്മൾ അതിന് വേണ്ടി പ്രത്യേകം പാലൊന്നും എടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. നമ്മുടെ മക്കളൊക്കെ കുടിച്ചിട്ട് ബാക്കി വെക്കുന്ന പാലൊക്കെ ഉണ്ടാവുമല്ലോ, അതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊണ്ടുപോയി നമ്മുടെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല ഹെൽത്തി ആയിട്ട് വളരും കേട്ടോ. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മഴക്കാലത്തോ വേനൽക്കാലത്തോ ഒക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം എല്ലാവരും ചെയ്ത് നോക്കണേ. അപ്പം നമുക്ക് നമ്മുടെ പ്ലാന്റ്സിനൊക്കെ ഇത് കൊടുക്കാവേ. ചെടികൾക്ക് സ്പ്രേ ചെയ്തും കൊടുക്കാം, ചോട്ടിലൊഴിച്ചും കൊടുക്കാം കേട്ടോ. പിന്നെ മറ്റ് പ്ലാന്റുകളൊക്കെ അപേക്ഷിച്ച് നമ്മുടെ മണി പ്ലാന്റിന് ഇത് കൂടുതൽ നല്ലതാണ്. മണി പ്ലാന്റിന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ മണി പ്ലാന്റ് പെട്ടെന്ന് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നത് നമുക്ക് കാണാൻ പറ്റുമേ. ഇത് നമുക്ക് ഇത് ചൈന ഡോളാട്ടോ, നമ്മൾ ഇൻഡോർ വെച്ചേക്കുന്നത്. ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ മണി പ്ലാന്റിനും ഒക്കെ എല്ലാ പ്ലാന്റ്സിനും നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ. എപ്പോഴും ഏത് സമയത്തും കാണുന്ന കേട്ടോ പാല്. അപ്പം നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ മക്കൾ കുടിച്ചിട്ട് ബാക്കി വരുന്ന പാലൊക്കെ ആണെങ്കിലും മതി. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. അപ്പം നമ്മുടെ ചെടിയൊക്കെ പെട്ടെന്ന് ഹെൽത്തി ആയിട്ട് വളരുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.